ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മത്തി വറ്റിച്ചതാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ പൊട്ടിക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഇനി അതിൽ 3 പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു പച്ചക്കുത്തും മണമൊക്കെ പോയാൽ നല്ല ടേസ്റ്റാണ്. എന്നാലും നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി, അതായത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ 2 തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി വെള്ളവും കുറച്ച് എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഏകദേശം തിളച്ച് ചാറൊന്ന് കുറുകാനാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മുടെ കുഞ്ഞുമത്തി ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പാൻ കൊണ്ട്, കയ്യിൽ കൊണ്ടല്ലാണ്ട് പാൻ കൊണ്ട് ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുമത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.